സ്മോളസ്റ്റ് സ്ട്രീറ്റും കൂടെ കാണാം. ഇത് കണ്ടോ, ഇവിടുന്നാണ് അതിന്റെ എൻട്രൻസിൽ ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. ഷോർട്ടസ്റ്റ് സ്ട്രീറ്റ്, സ്മോളസ്റ്റ് എന്നല്ല, ഷോർട്ടസ്റ്റ് സ്ട്രീറ്റ് എന്നാണ് അതിന്റെ കറക്റ്റ് നമ്പർ 1, എബനൈസർ പ്ലേസ്. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് അതിന്റെ മെഷർമെന്റ്. ഞാനിന്ന് നിൽക്കുന്നത് സ്കോട്ട്ലൻഡിന്റെ നോർത്ത് കോസ്റ്റിലെ വിക്ക് എന്ന സ്ഥലത്താണ്. വിക്ക് ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ വിക്ക് ഒരു AD 800 തൊട്ട് കുറെ വർഷങ്ങൾ സ്കാൻഡിനേവിയൻസിന്റെ കൺട്രോളിലായിരുന്നു. അതായത് വൈക്കിങ്സിന്റെ ഒരു ഇൻവേഷൻ നടന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ട് വിക്ക് ഒരുപാട് ഡെവലപ്പായി, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായി മാറി. വൈക്കിങ്സിന്റെ നിന്ന് ഫ്രീഡം കിട്ടി. വിക്ക് ഒരുപാട് ഡെവലപ്പായി. ഇത് ശരിക്കും ഒരു ഹാർബർ ഏരിയയാണ്. നല്ല കോൾഡ് വിൻഡ് എപ്പോഴും കാണും. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വിക്കിലെ 5 days സ്പ്രിംഗ് ഹോളിഡേയ്സ്. ജോണോ ഗ്രോഡ്സിൽ പോകണമായിരുന്നു. പിന്നെ UK-യുടെയും അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിന്റെ തന്നെ ഏറ്റവും നോർദർലി പോയിന്റ് ആയിരുന്ന ഡണറ്റ് വിസിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കിയപ്പോൾ വിക്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ട്രാവലേഴ്സ് എല്ലാം പറഞ്ഞത്. പിന്നെ നമ്മുടെ ഒരു 3-4 വർഷത്തെ നോർത്തിലേക്കുള്ള യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് വിക്കിൽ ഞാൻ വിക്ക് വരെ എത്തിയില്ല, ബ്രോറ ത്രഷോ വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിക്കിൽ ആദ്യമായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരു ലെസ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ കൾച്ചറലി റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. വളരെ സ്ട്രോങ് ബിലീവേഴ്സ് ആയിട്ടുള്ള ആളുകളുള്ള ഒരു സ്ഥലമാണ്. ഒരു എന്താ പറയുന്ന ഒരു മീൻപിടുത്തക്കാരുടെ അല്ലെങ്കിൽ ഒരു ഫിഷർമെൻ വില്ലേജ് എന്ന് വേണേൽ നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. അപ്പം ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് ആ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റിയിലൂടെ വളർന്ന ഒരു ജനതയാണ് ഈ വിക്കിലുള്ളത്. അപ്പം നമുക്ക് ശരിക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചാണ് നമ്മളൊക്കെ ഇവിടം വരെ എത്തിയത് അല്ലേ. അപ്പം ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ഏൻഷ്യൻ്റ് കൾച്ചറിലെ കാര്യങ്ങളൊക്കെ അതുപോലെ ഇവർ പ്രിസർവ് ചെയ്തേക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, ഞങ്ങൾ അവിടെ പോയി കണ്ടു. നമുക്ക് ശരിക്കും അവരോടൊരു റെസ്പെക്റ്റ് തോന്നും. പണ്ട് അവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ ഏജ് തൊട്ടുള്ള സാധനങ്ങൾ അവരുടെ ഹെറിറ്റേജ് സെന്ററിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു കൾച്ചർ കാണിക്കാനും പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാനും, എങ്ങനെയായിരുന്നു നമ്മൾ പണ്ട് കാലത്ത് ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് ഡെവലപ്പ് ആയത്, ഇപ്പോൾ എങ്ങനെയാണ് മോഡേൺ വേൾഡിൽ ജീവിക്കുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുക്കും. നമുക്ക് വിക്കിന്റെ ടൗൺ സെന്റർ കാണാം. നിങ്ങൾ വേറെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ എന്താ പറയുക, ഒരു കോസ്റ്റൽ ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതര ലുക്കാണ് അല്ലേ. ബിൽഡിങ്സുകൾക്കും റോഡിനൊക്കെ ഒരു പ്രത്യേകതര ലുക്കാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. കോസ്റ്റൽ റീജിയൻ ആണ്. ഇതാണ് വിക്കിലെ റിവർ സ്ട്രീറ്റ്. നമ്മളിപ്പോൾ കാണുന്നത് റിവർ വിക്കാണ്. ഇത് ഒഴുകി മെർജ് ചെയ്യുന്നത് നോർത്ത് സീയിലേക്കാണ്. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ കാണുന്നത്, എബനൈസർ പ്ലേസ്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് നമ്പർ 1 എബനൈസർ പ്ലേസ് എന്നൊരു അഡ്രസ്സ് ഇവിടെ ഉണ്ട്. ഈ ബിൽഡിംഗ് ഉണ്ടോ, മെക്കൈസ് ഹോട്ടൽ, ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ സ്മോളസ്റ്റ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അത് 2.05 meters ലെങ്ത് ഉള്ള അല്ലെങ്കിൽ 6 foot 9 inch ലെങ്ത് ഉള്ള ഒരു സ്ട്രീറ്റാണ്. അതിനാണ് ഷോർട്ടസ്റ്റ് സ്ട്രീറ്റ് ഇൻ ദ വേൾഡ് എന്നുള്ള ഗിന്നസ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതും നമുക്കിവിടെ വരുമ്പോൾ കാണാം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒത്തിരി പോപ്പുലേഷൻ ഒന്നും ഇല്ല. ആളുകളൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. സ്മോളസ്റ്റ് സ്ട്രീറ്റും കൂടെ കാണാം. ഇത് കണ്ടോ, ഇവിടുന്നാണ് അതിന്റെ എൻട്രൻസ് തുടങ്ങുന്നത്. ഈ ഇത്രയും സ്ഥലത്തിനാണ് സ്മോളസ്റ്റ് സ്ട്രീറ്റ് എന്നുള്ള ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. ദ ഷോർട്ടസ്റ്റ് സ്ട്രീറ്റ്, സ്മോളസ്റ്റ് എന്നല്ല, ഷോർട്ടസ്റ്റ് സ്ട്രീറ്റ് എന്നാണ് അതിന്റെ കറക്റ്റ് വേർഡ് നമ്മൾ പറയേണ്ടത്. അഡ്രസ്സ് നമ്പർ 1 എബനൈസർ പ്ലേസ്. നമ്മൾ ഗൂഗിൾ ചെയ്താൽ കാണാം. ഇതിന്റെ മെഷർമെന്റ് എടുത്തതിന്റെ ഒരു പിക്ചറൊക്കെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് അതിന്റെ മെഷർമെന്റ്, 2.05 meters. അപ്പോൾ വിക്കിന്റെ കറക്റ്റ് കൗണ്ടി എന്ന് പറയുന്നത് കെയ്ത്ത്നസ് ആണ്. ഇത് ഇവിടുത്തെ ഒരു ജനറൽ ഹോസ്പിറ്റലാണ്. ഇതെല്ലാം ഹൈലാൻഡിന്റെ കൗൺസിലാണ്, അണ്ടർ ഹൈലാൻഡ് കൗൺസിലാണ്.
ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലാണ്, ചെറിയ ഹോസ്പിറ്റലാണ്. മേജർ ട്രീറ്റ്മെൻറ്റിനൊക്കെ മിക്കവാറും ഗ്ലാസ്ഗോ അല്ലെങ്കിൽ എഡിൻബ്ര റോയൽ ഇൻഫർമറിയിലേക്കായിരിക്കും മേജർ സർജറീസ് അതുപോലെ കോംപ്ലിക്കേറ്റഡ് കേസസ് ഒക്കെ റെഫർ ചെയ്യുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമുക്ക് മലയാളികളെ കാണാൻ പറ്റുമെന്ന് പറയുന്നത് കറക്റ്റാണ്. UK ഏറ്റവും എൻഡ് പാർട്ടായ വിക്കിലും മലയാളികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈസ്റ്റർ സീസൺ ആയതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയപ്പോൾ കുറേ മലയാളി സുഹൃത്തുക്കളെയും ഫാമിലീസിനെയൊക്കെ അവിടെ കാണാനിടയായി. അവർ ടൂറിന് വന്നതാണോ അതോ ഇവിടുത്തെ റെസിഡൻസ് ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാലും ഇവിടെ മലയാളികളുടെ സാന്നിധ്യം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലത്തേക്ക് പോകാം. NC500ൻ്റെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു എന്താ പറയുന്നത് ത്രില്ലടിപ്പിക്കുന്ന ജേർണിയാണ്. വളരെ സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാം. നല്ലൊരു വാഹനമായിട്ട് വരണം. അത്യാവശ്യം നല്ലൊരു വാഹനമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് എൻജോയ് ചെയ്ത് പോകാം. നമ്മൾ ഏറ്റവും ദൂരത്തോട്ട് പോകുന്നതോറും നമുക്ക് അങ്ങനെ പേടിക്കൊന്നും വേണ്ട. കാരണം ഏറ്റവും നല്ലതായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളായിരിക്കും ചിലപ്പോൾ. നമ്മൾ സിറ്റി സെൻറ്ററിൽ പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പഴയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു അപ്പിയറൻസ് തന്നെയാണ്. നമുക്ക് എല്ലാം മിക്ക വീടുകളും സ്റ്റോൺ ഹൗസുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കോൾഡൊക്കെ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കും. സ്റ്റോൺ ബിൽഡിങ്സ് ആണ് മൊത്തം. ഒരു പഴയ ഒരു സ്ട്രക്ചറിലൊന്നും കണ്ടവാനും മാറ്റം വരുത്തിയിട്ടില്ല. ഒരു ഏൻഷ്യൻ സ്റ്റൈല് തന്നെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു കൾച്ചറലി റിച്ചായ കാഴ്ച തരുന്ന വിക്ക് ഹെറിറ്റേജ് സെൻറ്റർ കാണാം. അപ്പം ഈ ഹെറിറ്റേജ് മ്യൂസിയം എന്ന് പറയുന്നതുണ്ടല്ലോ, ഒരുപാട് ഫർണിഷ്ഡ് റൂംസും എക്സിബിഷൻസും പോർട്രേയിങ്ങും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ ഒരു ഫിഷിംഗ് ഹെറിറ്റേജിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ സ്ഥലം ഒരു കാലഘട്ടത്തിൽ ഹെറിംഗ് ഫിഷിൻ്റെ ക്യാപിറ്റൽ ഓഫ് യൂറോപ്പ് എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഹെറിംഗ് ഫിഷിന് നമ്മൾ മലയാളത്തിൽ ഒരുപാട് പേരുകൾ പറയാനുണ്ട്. തോടി അല്ലെങ്കിൽ വട്ടമത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഹെറിംഗ് ഫിഷ് ഏറ്റവും കൂടുതൽ യൂറോപ്പിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്തിരുന്നത് വിക്കിൽ നിന്നുമായിരുന്നു. ഈ ചെറിയ സ്ഥലത്തു നിന്നും ഫേമസ് ആയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഒത്തിരി സയന്റിഫിക് തിങ്കിങ്ങും അതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. റോബർട്ട് ഗോർഡൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അബഡിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒക്കെ ഗ്രാജുവേറ്റ് ആയ ഫാർമസിസ്റ്റും അതുപോലെ ഡോക്ടേഴ്സും ഒക്കെ വിക്കിന് സ്വന്തമായിരുന്നു. അവരുടെയൊക്കെ ഒരു പിക്ചേഴ്സും സർട്ടിഫിക്കറ്റ്സും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ പഴയകാലത്തെ സ്കൂളുകൾ, അവരുടെ കോസ്റ്റ്യൂംസ്, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ വിസിറ്റ്. കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് ആ ഒരു ഫിഷിംഗ് ഇൻഡസ്ട്രിയുടെ എല്ലാത്തരം ഡിസ്പ്ലേയും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പഴയ കാലത്തെ ലൈറ്റ് ഹൗസുകൾ അതൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. മീനുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്മോക്ക് ചെയ്ത് എടുക്കുന്നുള്ള ആ ഒരു പ്രോസസ്സിൻ്റെ ഒക്കെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ലൈറ്റ് ഹൗസുകൾ, എൻജിൻ ബേ, അതുപോലെ ഫിഷിംഗ് ബോട്ട്, അതിൻ്റെയൊക്കെ ഒരുപാട് ഡിസ്പ്ലേസ് ഇവിടെ കാണാനായിട്ടുണ്ടായിരുന്നു.
ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയി ജീവിക്കുന്ന ആളുകളെ നമ്മൾ ശരിക്കും റെസ്പെക്ട് ചെയ്യണം. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ലൈഫാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ നേവിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സിൻ്റെ ഒക്കെ ലൈഫ് എപ്പോഴും റിസ്ക്കിയാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ ഫിഷിംഗ് ബോട്ടുകളിലും കപ്പലുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സേഫ്റ്റി മെക്കാനിസത്തിൻ്റെ ഒക്കെ ഒരു ഡിസ്പ്ലേ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ലൈഫ് ജാക്കറ്റും അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ ദൈവവുമായിട്ട് ഒരുപാട് അടുത്ത ബന്ധമുള്ള ആളുകളെന്നാണ് നമ്മൾ പറയാറില്ലേ, അതിൻ്റെ ഒരു അടിപൊളി ഡിസ്പ്ലേ ഇവിടെ നിന്ന് നമുക്ക് കാണാമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു ബെല്ല് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് വലിയൊരു ഹിസ്റ്ററി ഉള്ളതാണ്. ഈ ബെല്ല് ഇവിടെ സ്കോട്ട്ലൻഡിൽ നിർമ്മിച്ച ബെല്ലായിരുന്നു. അത് പിന്നീട് ഒരു നോർവീജിയൻ ഷിപ്പിലേക്ക് മാറ്റിയായിരുന്നു. ആ നോർവീജിയൻ ഷിപ്പ് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു, കപ്പൽ മുങ്ങിപ്പോയി. പക്ഷേ ഈ ബെല്ലുണ്ടല്ലോ, ഇത് തിരിച്ച് വിക്കിൻ്റെ ഷോറിൽ വന്ന് അടിഞ്ഞു. അവിടുത്തെ ആളുകൾ പറയുന്നത് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്തോ ആണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അവർ ഇതിപ്പോഴും ഹെറിറ്റേജ് സെൻറ്ററിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് കുറേ അടിപൊളി വിക്ടോറിയൻ സ്റ്റൈൽ അല്ലെങ്കിൽ മിഡിൽ ഏജ് സ്റ്റൈല് ഡൈനിങ് റൂമുകൾ, അതുപോലെ ഡ്രസ്സിങ് റൂമുകൾ, കിച്ചണുകളൊക്കെ ഇവിടെ കാണാം. ഒരുപാട് നമ്മൾ ഞെട്ടിപ്പോകുന്ന അതുപോലത്തെ അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. നമ്മുടെ അന്നത്തെ കാലത്തെ വാഷിംഗ് ഒക്കെ എങ്ങനെയാണ് നടത്തിയിരുന്നത്. ഈ കോപ്പിൻ്റെ സോപ്പൊക്കെ അന്നും ഉണ്ടായിരുന്ന സംഭവമാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഹൂവർ ആദ്യമായിട്ട് ഇറക്കിയ മോഡലാണെന്ന് തോന്നുന്നു. അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ വീഡിയോകളിൽ കുട്ടികളുടെ ബെഡ് ചേംബർ എങ്ങനെയായിരുന്നു, പിന്നെ ഫോട്ടോഗ്രാഫി, അതുപോലത്തെ കുറേ പഴയ ക്യാമറാസ്, അതിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് എൽഡർലി കെയർ ഹോംസിൽ ഉപയോഗിക്കുന്ന അസിസ്റ്റഡ് ഫെസിലിറ്റീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇവർ പണ്ടേ കണ്ടുപിടിച്ച സംഭവങ്ങളായിരുന്നു. അന്നത്തെ കാലത്തും ഇതൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് ട്രാവൽ മെമ്മറീസ് വന്ന ഒരു അടിപൊളി ജേർണി ആയിരുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഏകദേശം 1500 മൈൽസോളം ഈ 5 ദിവസം കൊണ്ട് കറങ്ങി തീർത്തു.